രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം നേടിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ തലസ്ഥാന നഗരിയിൽ ചെങ്കോട്ട തകർന്ന ബിജെപിയുടെ പടയോട്ടം. വർഷങ്ങളായി ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബിജെപി ഉയർന്നതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുകയാണ്. മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യവുമായി തിരഞ്ഞെടുപ്പിനെ നേരിട്ട ബിജെപി നിലവിൽ 50 വാർഡുകളിലാണ് വിജയം ഉറപ്പിച്ചത്. LDFിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് ബിജെപി ഈ ചരിത്രപരമായ മുന്നേറ്റം സ്വന്തമാക്കിയത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം LDF 29 സീറ്റുകളും UDF 19 സീറ്റുകളുമാണ് വിജയിച്ചത്. 2 സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയക്കൊടി നാട്ടി. 50 സീറ്റുകളിലെ വിജയം ഉറപ്പിച്ചതോടെ കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബിജെപി മാറി. ഇതോടെ തലസ്ഥാന നഗരത്തിന്റെ ഭരണം ഉറപ്പിക്കാനുള്ള ശക്തമായ നിലയിലേക്ക് ബിജെപി എത്തിക്കഴിഞ്ഞു. കേവല ഭൂരിപക്ഷമായ 51 സീറ്റുകളിലേക്ക് ബിജെപിക്ക് ഇനി ഒരു സീറ്റിന്റെ കുറവ് മാത്രമാണുള്ളത്. ഈ ഘട്ടത്തിൽ സ്വതന്ത്രരുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ ബിജെപിക്ക് അനായാസം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിലേറാൻ സാധിക്കും. വിഴിഞ്ഞം വാർഡിലെ തിരഞ്ഞെടുപ്പ് ഇനി നടക്കാനുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഭരണം പിടിക്കാൻ ബിജെപിക്ക് സാധ്യതകൾ ഏറെയാണ്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതോടെ മേയർ സ്ഥാനം ഇതിനോടകം ബിജെപി ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വിജയം ബിജെപിക്ക് ചരിത്രം കുറിച്ച മുന്നേറ്റമാണ്. കേരളത്തിലെ ഒരു കോർപ്പറേഷനിൽ ഇത്രയും വലിയ വിജയം നേടുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിത്തിരിവാണ്. ബിജെപി സ്ഥാനാർത്ഥികളായ VV രാജേഷ്, R ശ്രീലേഖ അടക്കമുള്ള പ്രമുഖ നേതാക്കൾക്ക് വിജയം നേടാൻ സാധിച്ചതും വിജയത്തിന്റെ മാറ്റുകൂട്ടി. വിജയം ഉറപ്പിച്ചതോടെ കോർപ്പറേഷൻ പരിസരത്തും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ബിജെപി പ്രവർത്തകർ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബിജെപി പതാകകളുമായി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് തലസ്ഥാന നഗരിയിൽ ഉടനീളം കാണാം. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബിജെപി വലിയ മുന്നേറ്റമാണ് നടത്തിയതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. UDFിനുണ്ടായ വിജയം താൽക്കാലികമാണ്. സർക്കാരിന്റെ ഭരണപരാജയം ഇതോടെ വ്യക്തമായി കഴിഞ്ഞുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. UDFിന്റെ വിജയത്തെ അദ്ദേഹം നിസ്സാരവൽക്കരിച്ചു. ബിജെപിക്ക് കിട്ടിയത് വലിയ മുന്നേറ്റമാണെന്നും ഇത് കേരള രാഷ്ട്രീയത്തിലെ നിർണായക വഴിത്തിരിവാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബിജെപി മുന്നോട്ട് വെച്ച വികസിത കേരളം എന്ന ആശയം ജനങ്ങൾ സ്വീകരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം ഈ ജനകീയ സ്വീകാര്യതയുടെ തെളിവാണ്. കേരളത്തിൽ മൊത്തത്തിൽ 20% വോട്ട് നേടിയാണ് ബിജെപി മുന്നേറിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്തെ ഈ മുന്നേറ്റം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി നേതൃത്വം. LDFിനും UDFിനും ബദലായി ബിജെപി കേരളത്തിൽ ഒരു ശക്തിയായി വളരുകയാണെന്ന സൂചനയാണ് ഈ ഫലം നൽകുന്നത്. വർഷങ്ങളായി LDF കോട്ടയായിരുന്ന കോർപ്പറേഷനിൽ നിന്ന് ഭരണം പിടിക്കാൻ ബിജെപിക്ക് സാധിച്ചത് സംഘടനാ തലത്തിലെ മുന്നൊരുക്കങ്ങളുടെയും ശക്തമായ പ്രചാരണത്തിന്റെയും ഫലമാണ്. തലസ്ഥാന നഗരത്തിലെ ഭരണവിരുദ്ധ വികാരവും ബിജെപിക്ക് അനുകൂലമായി മാറി. LDFിന്റെയും UDFിന്റെയും വോട്ടുകളിലെ ചോർച്ച ബിജെപിക്ക് ഗുണം ചെയ്തു. ചരിത്രപരമായ ഈ നേട്ടത്തോടെ കേരളത്തിലെ രാഷ്ട്രീയം 3ാം മുന്നണിയിലേക്ക് വഴിമാറാനുള്ള സാധ്യതകൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ തുടക്കമിട്ടിരിക്കുകയാണ്.